സമയം 2023 മാർച്ചിലാണ് തിരുവനന്തപുരത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസുകാരൻ്റെ ഏക മകളാണ് 13 വയസ്സുകാരി. ആ കുട്ടി അബോധാവസ്ഥയിൽ, അമ്മ പുറത്ത് വൈകിട്ട് നടക്കാൻ പോയിട്ട് തിരികെ വരുമ്പോൾ വാതിൽ പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ഈ വാതിൽ അമ്മ ചവിട്ടി തുറക്കുന്നു. നോക്കുമ്പോൾ മകൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഏപ്രിൽ 1-ാം തീയതി ഈ കുട്ടി മരിക്കുന്നു. മിടുക്കിയായൊരു പെൺകുട്ടിയാണ്. പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണ് ഞെട്ടിച്ചത്. കാരണം ഈ കുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനം ഉൾപ്പെടെ ഇരയായിട്ടുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ തൃപ്തി പോരാഞ്ഞ് അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. കോടതിയിലേക്ക് പോകുന്നു. അമ്മ കോടതിയിലേക്ക് പോകുന്നു. CBI അന്വേഷിക്കാൻ എത്തുന്നു. 2 വർഷമായി. 2 വർഷമായതിനു ശേഷം ഇപ്പോഴും ആരാണ് പ്രതിയെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചതെന്നോ കണ്ടെത്താൻ CBIക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദുരൂഹമായ ഒരു മരണം. എന്താണ് അതിനെക്കുറിച്ച്? ഇപ്പോൾ 2 വർഷമായി. ഏപ്രിൽ 1-നാണ് മരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വർഷമാകുന്നു. ഈ കേസിൽ ഇത് മാർച്ച് 29-ാം തീയതിയാണ്. മാർച്ച് 29-ാം തീയതി അന്ന് ഈ 8-ാം ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ കുട്ടി വീട്ടിലേക്ക് എത്തിയതാണ്. വീട്ടിലെത്തിയപ്പോൾ ശേഷം ഈ കുട്ടിയുടെ കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകാൻ വേണ്ടി തയ്യാറാവാൻ വേണ്ടി കുളിമുറിക്കുള്ളിൽ കയറി. കുളിമുറിക്കുള്ളിൽ കയറി അത് കഥ കടച്ചിരുന്നു. കഥ കടച്ച് ഒരുപാട് നേരമായിട്ടും ഈ കുട്ടി പുറത്തേക്ക് വരാതായതോടുകൂടി ഈ കൂട്ടുകാർ ഈ വീട്ടിനുള്ളിലേക്ക് തള്ളിക്കയറിയതാണ്. കൂട്ടുകാർ വീടിനുള്ളിലേക്ക് തള്ളിക്കയറുകയും തുടർന്ന് ഈ പെൺകുട്ടിയെ ഈ ബാത്റൂമിലെ തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയത്ത് ഇതിൻ്റെ അമ്മ അവിടെ ഇല്ല. ഇതിൻ്റെ അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട്സാണ് കാണുന്നത്. അപ്പോൾ ഈ അമ്മ ഓടിയെത്തി ഈ കുട്ടിയെ ആദ്യം നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും ജനറൽ ആശുപത്രി പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ഈ ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ പോലീസ് ക്വാർട്ടേഴ്സിലാണ് മുമ്പ് അവിടെ ദുരൂഹമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ആ ക്വാർട്ടേഴ്സിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുട്ടി മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ ആ ക്വാർട്ടേഴ്സുമായി ചുറ്റിപ്പറ്റി ധാരാളം ഉണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും പോലീസ് വാഹനത്തിലാണ്. കുട്ടിയെ ബസ് വഴി അയക്കുന്നില്ല. ബസ് വഴിയോ മറ്റ് സ്വകാര്യ വാഹനങ്ങളോ ഇതിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവരിക. അപ്പം ഒന്ന് പോലീസ് വാഹനം, പിന്നെ ഉള്ളത് ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഈ പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അങ്ങനെ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. മാത്രമല്ല അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. പുറത്തുനിന്ന് അപരിചിതരായിട്ടുള്ള മനുഷ്യരെ അതിനുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും. പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവിടെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ അങ്ങനെ വൈകുന്നേരം ഇത് ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഇതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ മസ്തിഷ്കത്തിലുണ്ടായിട്ടുള്ള രക്തസ്രാവമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അന്ന് ഒരുപാട് ദുരൂഹ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഏപ്രിൽ 1-ാം തീയതി കുട്ടി മരണപ്പെട്ടു. അപ്പം മരണപ്പെട്ട ശേഷം ഈ കുട്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പുറത്തു വന്നപ്പോഴാണ് ഇതിലെ ഏറ്റവും ഭീകരാവസ്ഥ അറിയുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഭീകരാവസ്ഥ എന്ന് പറയുന്നത് ഇത് തുടർച്ചയായി പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അത് ഒരു രീതിയിലല്ല, 2 രീതിയിൽ. പ്രകൃതി വിരുദ്ധമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാതെയും ഇതിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടി പഠിക്കാൻ മിടിക്കുകയായിരുന്നു. ഇത് നർത്തകിയാണ്, ക്ലാസ് ലീഡറൊക്കെ ആയിരുന്നു. നർത്തകിയാണ്, ക്ലാസ് ലീഡറാണ്. അങ്ങനെ വളരെ മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം അതോടുകൂടി കാര്യങ്ങൾ ഗൗരവമായി എടുത്തു. പ്രത്യേകിച്ചും പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. അത് മരണത്തിൽ സംശയമുണ്ട്. അങ്ങനെ ഈ കുട്ടി ഇത് ആദ്യം മ്യൂസിയം പോലീസ് FIR ഇട്ട കേസ്, പിന്നീട് ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ട് ഇതിന് കാര്യമായിട്ടുള്ളൊരു അന്വേഷണം ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഈ കുട്ടിയുടെ വീട്ടിലെ നിത്യ സന്ദർശകർ എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ്.
പോലീസുകാരാണ് അവിടുത്തെ നിത്യ സന്ദർശകർ. അപ്പോൾ അന്ന് ചില വ്യക്തികളിലേക്കൊക്കെ സംശയത്തിൻ്റെ നിഴൽ വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഇവരൊക്കെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടും കാര്യമുണ്ടായില്ല. ഇനിയിപ്പോൾ ഈ പോലീസ് വാഹനത്തിൻ്റെ ഡ്രൈവറെ ദിവസങ്ങളോളം പോലീസ് ചോദ്യം ചെയ്തതാണ്. അതും പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ, പോലീസുകാരനാണ്. അപ്പോൾ അയാളെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തു. പിന്നെ ഈ പറയുന്ന ഈ വീട്ടിലെ സന്ദർശകരായിട്ടുള്ളവരെ ചോദ്യം ചെയ്തു. അങ്ങനെയൊന്നും ഒരു കാര്യവും ഈ കേസിൽ ഉണ്ടായില്ല. അപ്പോൾ ഈ കേസിൽ ഇങ്ങനെ ഉണ്ടാവാതിരുന്നപ്പോഴാണ് ഈ കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അതിരൂക്ഷമായി വിമർശിച്ചു. അത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫ് ആയിരുന്നു. അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ കേസെടുത്ത് CBIക്ക് കൊടുത്തത്. ഈ സംഭവം ഉണ്ടായി 10 മാസം കഴിഞ്ഞപ്പോഴാണ് കേസ് CBIക്ക് വിട്ടത്. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതായത് റേപ്പ് കേസാണെങ്കിൽ അതിൽ FIR ഇട്ട് 2 മാസം കൊണ്ട് അന്വേഷണം കംപ്ലീറ്റ് ആയിരിക്കണം. അത് നിയമം അനുശാസിക്കുന്ന കാര്യമാണ്. നിയമം അങ്ങനൊരു കാര്യം അനുശാസിച്ചിട്ടും ഈ കാര്യത്തിൽ, അതായത് നഗരഹൃദയത്തിൽ നഗരത്തിൻ്റെ ഏറ്റവും കണ്ണായ കേന്ദ്രവും പ്രത്യേകിച്ച് പോലീസ് ക്വാർട്ടേഴ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടും ഒരു അന്വേഷണവും ഒരു കാര്യമായി ആരാ പ്രതിയെന്ന് പിടിക്കാൻ പറ്റാതെ അലംഭാവം ഉണ്ടായത്. ഇന്നിപ്പോൾ ആ കുട്ടി മരിച്ചിട്ട് 2 വർഷം തികയുകയാണ്. അങ്ങനെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫ് ഈ കേസ് എടുത്ത് CBIക്ക് കൊടുത്തു. അപ്പോൾ CBI വന്നു. ഇപ്പം മറ്റേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ CBI അന്വേഷിച്ച് കേസ് തെളിയിച്ചത് സേതുരാമയ്യർ CBI കഥകൾ ആ കഥകളിലാണ് എന്ന് എല്ലാവരും പറയുന്ന. അത് പറയാനുള്ള കാരണം ഇതാണ്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഡെപ്യൂട്ടേഷൻ വന്നവരുണ്ട്. ഇവർ എന്താ പറയുക, ഭൂരിഭാഗം പേരും, ഞാൻ അവരുടെ അന്വേഷണ മികവിനെ കുറ്റം പറയുകയല്ല, ഭൂരിഭാഗം കേസുകളിലും അവർക്ക് ഒന്നും എത്താൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവരിലേക്ക് കേസ് എത്തുമ്പോൾ മാസങ്ങൾ കഴിയും, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും CBIയുടെ കയ്യിൽ ഒരു കേസ് എത്തുന്നത്. അപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം മാറും, തെളിവുകൾ നഷ്ടമാകും. അപ്പോൾ ഇവർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ആദ്യമേ തന്നെ ഇവരുടെ കയ്യിലേക്ക് ഈ കേസ് വരികയാണെങ്കിൽ അവരെ കൊണ്ട് ഇതാകാം. ഇതിപ്പോൾ അവർ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ കേസ് ഏറ്റെടുക്കും, എന്നിട്ട് അവർ ഈ ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഫയലും കാര്യങ്ങളും എല്ലാം മേടിക്കും, അല്ലെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്നോ ഫയലെല്ലാം മേടിക്കും. ആ ഫയൽ മേടിച്ചിട്ട് അത് അവർ വെരിഫൈ ചെയ്ത് നോക്കും. അതിനുവേണ്ടി അവരുടെ വണ്ടി കുറച്ച് ദിവസം ഇവിടെയൊക്കെ ചുറ്റിത്തിരിക്കും. അത് കഴിയുമ്പോൾ ഇതേ സാധനം തന്നെ അവർ കൊണ്ടുപോയി റിപ്പോർട്ടായിട്ട് അവരും കൊടുക്കും. ചിലപ്പോൾ 2-3 പ്രതികൾ കൂടുതൽ കയറും. യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള അൺസോൾവ്ഡ് കേസുകളിൽ ഒന്നും തന്നെ ഉത്തരം കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ കാര്യമൊന്നും തെളിയാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. തെളിയണമെങ്കിൽ നേരത്തെ തെളിയണമായിരുന്നു. ഇപ്പോഴും ഈ CBI കിടന്നിങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. അവരിങ്ങനെ എന്താ പറയുക, കൂടെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അവരാരെങ്കിലേക്ക് 2-3 പേരെ അവരുടെ ഓഫീസിലോട്ട് വിളിപ്പിക്കും. സിറ്റിയിൽ തന്നെ അവരുടെ ഓഫീസ്. അപ്പോൾ അവർ അവിടേക്ക് വരാൻ പറയും, നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ ചോദിച്ച് വൈകുന്നേരം ആകുമ്പോൾ അവർ പറഞ്ഞു അതേ നടക്കും. ഇനി ഇതൊന്നും തെളിയാൻ വലിയ പാടാണ്. ഇങ്ങനെയുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള കേസുകൾ ധാരാളം ഉണ്ട്. മുൻപ് ഒരു കേസുണ്ടായിരുന്നു, അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ പിന്നീട് ഒരു ദിവസം പറയാം. അത് ആ പെൺകുട്ടി ഇതുപോലെ മരണപ്പെട്ടു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതേ രീതിയായിരുന്നു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് തുടർച്ചയായിട്ട് ഈ പറയുന്ന പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ മലദ്വാരത്തിൻ്റെ ഉള്ളിലെ ഈ റിങ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തകർന്നു പോയി. അങ്ങനെ തകർന്നു പോയി. അപ്പോൾ അത്രയും ക്രൂരമായി അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് 1-2 തവണയല്ല, അത് കാലങ്ങളായ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ആരോ ഒരാൾ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കേസിൽ ആദ്യമേ തന്നെ ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ കുട്ടിയുടെ പിതാവ് ഈ കുട്ടി കുളിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ കുട്ടി കുളിമുറിയിലേക്ക് വന്ന് എത്തി നോക്കും, ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ ഈ കുട്ടിയെ കടന്നു പിടിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ കുട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു.
ഇവരിത് കാര്യമായി അന്വേഷിച്ചില്ല, അവരിത് അവിടെ തന്നെ വെച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ വാർത്തകൾ കുത്തിപ്പൊക്കി വന്നപ്പോഴത്തേക്ക് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൊച്ചിനെ പോയി തപ്പിയെടുത്തു. ആ കൊച്ചു പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അത് മൊഴി മാറ്റി. കാര്യം അതിന് പഠിക്കാൻ പോണ്ടേ, ഏടാകൂടം പിടിച്ച് തല വയ്ക്കേണ്ടെന്ന് വിചാരിച്ചാണ്. അത് അന്നത്തെ ഒരു ഇതിൽ സ്വന്തം സുഹൃത്തായത് കൊണ്ട് ആ കുട്ടി മൊഴി പറഞ്ഞതാണ്. അവരാ മൊഴി പിന്നെ 164 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ആ കുട്ടിയെ ഇതിലെ പ്രധാന സാക്ഷിയാക്കി എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തി അകത്ത് പോയേനെ. പക്ഷെ ഇവരിത് ചെയ്തില്ല. അപ്പോൾ ഈ കേസിൽ സംഭവിച്ചൊരു കാര്യം, ഇവർ എല്ലാം സംശയിക്കപ്പെടുന്നവരെല്ലാം ഈ കേസിലെ പോലീസുകാരാണ്. എല്ലാം പോലീസുകാരാണ്. ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല, അങ്ങനെ ഒരു കാര്യം ആ സ്ഥാപനത്തിൽ നടക്കില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവർ, ആ കുട്ടിക്ക് ആക്സസ് ഉള്ളത്. പിന്നെ ആ വീട്ടിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പലപ്പോഴും ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ ക്വാർട്ടേഴ്സിൽ പലപ്പോഴും ആ കുട്ടി തനിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വന്നൊരു കഥ, അത് പിന്നീട് ഒരു വിവാദമായതാണ്. അന്ന് ഉണ്ടായൊരു വിവാദം ഞാൻ പറയാം. ഇതിൽ ഡ്രഗ് കേസ്, ഈ ലഹരി സംഘങ്ങൾ ആരോപണം വിധേയരായിരുന്നു. ലഹരി സംഘങ്ങളുമായിട്ട് ഈ കുട്ടിക്ക് ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ഒരു കഥ, വലിയൊരു വിവാദമായത്. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടില്ല. ഈ കുട്ടിക്ക് അത്തരത്തിൽ അത് ഉപയോഗിച്ചപ്പോഴാണ് ആ കുട്ടി പിന്നെ ബാത്റൂമിൽ തലയിടിച്ച് വീണതെന്നും തുടർന്ന് രക്തസ്രാവം ഉണ്ടായെന്നുമാണ്. അത് ഒരുപക്ഷെ ഈ പറയുന്ന ഡ്രഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാത്റൂമിലൊക്കെ കാല് തെന്നി കഴിഞ്ഞാൽ തലയിടിച്ച് ഈ പറയുന്ന പിന്നെ ഇൻട്രാക്രിനൽ ഹെമറേജ് ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ കുട്ടി ആര് പീഡിപ്പിച്ചു എന്നുള്ളൊരു അതാണ് വലിയൊരു പ്രശ്നം. തുടർച്ചയായിട്ട് 1 or 2 തവണയല്ല, അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവർക്കറിയാം, ഫോറൻസിക് സർജന് അറിയാം. മൈനർ ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളൂ. പിന്നെ ഡോക്ടർമാരുടെ സംഘമാണ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം. അത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫോറൻസിക് സർജൻ ഇടപെട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അവർ അളന്ന് കുറിച്ച് നോക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരും, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഈ പിന്നെ ഭൂരിഭാഗം പേരും, നല്ലൊരു ശതമാനം പേരും ഇതുപോലെ പീഡനത്തിന് സെക്ഷൽ അസോൾട്ടിന് ഇരയായിട്ടുണ്ട്. ഭൂരിഭാഗം പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കുട്ടികൾ മരണപ്പെട്ട് കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് കാണും. അല്ലാത്ത കേസുകളും ഉണ്ട്. ഞാനൊരു ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ മരണപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിയും കഴിഞ്ഞ് കാര്യങ്ങളും വന്നു കഴിഞ്ഞ് പിന്നെ ഇത് ആരാണെന്ന് അറിയാൻ വയ്യാതെ പോകും. കുട്ടി മരിച്ചു, കുട്ടി പീഡിപ്പിക്കപ്പെട്ടു, പക്ഷെ ആര്? അതൊരു വലിയ ചോദ്യമാണല്ലോ. അതിനുത്തരവില്ല. അനഘയുടെ കേസ് എടുത്ത് നോക്ക്. അനഘ അവസാനം അച്ഛനെ വരെ പ്രതിയാക്കാനുള്ള ശ്രമം നടന്നു. അവസാനം CBI പറഞ്ഞു അച്ഛനാണെന്ന് പറഞ്ഞു. കോടതി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ആരെങ്കിലും ഒരാളെ പ്രതിയാക്കിയാൽ മതി. അവർ പറയുന്ന ഒരു കാര്യം 2 മാസത്തിന് ആ ഒരു 2 ആഴ്ച കാലത്തിനിടയിലാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ 2 ആഴ്ച കാലത്തിനിടയിൽ ആ കുട്ടി പുറത്തു പോയിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛനായിരിക്കുമല്ലോ. അമ്മയ്ക്കും കുട്ടിയെ പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛനെ അവർ പ്രതിയാക്കാൻ നോക്കി. അപ്പോൾ CBI കോടതി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ബാക്കിയുള്ള എവിഡൻസ് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ഇവർ വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ. അപ്പം ഇതിന് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ നീണ്ടു പോകും. ഇതിങ്ങനെ CBI ഇത് മടക്കി ഏറ്റവും അവസാനം അവർ പറയും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് അവരുടെ ഒരു റിപ്പോർട്ടുണ്ട്. അവരുടെ സ്ഥിരം പരിപാടി, സ്ഥിര റിപ്പോർട്ടാണ്. ഞങ്ങൾക്കിത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ പോയി സാഷ്ടാംഗം വിളിക്കും CBI കോടതിയിൽ. അപ്പോൾ ഈ എതിർഭാഗത്തേക്ക് ആരെങ്കിലും പോയി വീണ്ടും കോടതിയെ സമീപിക്കും. അപ്പോൾ കോടതി പറയും എന്നാൽ പിന്നെ ഒന്നുകൂടെ അന്വേഷിക്കാൻ പറയും. വീണ്ടും അന്വേഷിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അവർ കൊണ്ടുപോയി കൊടുക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഈ പൊളിറ്റിക്കൽ ക്രൈം ആണെങ്കിൽ ഇവർ തെളിയിക്കും. അത് CBIക്ക് കൊടുത്താൽ പൊളിറ്റിക്കൽ ക്രൈം തെളിയിക്കും. അതെങ്ങനെ തെളിയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ ഒറ്റാൻ കാണും.
അവരുടെ പാർട്ടിക്കാരിൽ തന്നെ കാണും, പുറത്തുള്ളവരും കാണും. അപ്പോൾ ഇഷ്ടംപോലെ തെളിവുകൾക്ക് സി ബി തെളിവുകൾ ഇഷ്ടംപോലെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. വാരി കൊണ്ടുവന്ന് പണിയെടുക്കണ്ട, സി ബിക്ക് പണിയെടുക്കേണ്ടി വരത്തില്ല, വാരി കൊണ്ടുവന്ന് കൊടുക്കും എല്ലാവരും. അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി. അതെ അതെ. പക്ഷെ ഇങ്ങനെയുള്ള ക്രൈമിൽ ഇതിപ്പോൾ ഒരു അൺസോൾഡ് കേസാണ്. ആരെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏതായാലും പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് തെളിയിക്കപ്പെടാതെ പോകുന്നു. അതിനിന്ന് 2 വർഷം തികയാണ്. അടുത്ത വർഷവും നോക്കിക്കേ, ഏപ്രിൽ 1-ാം തീയതി കഥ പറയേണ്ടി വരും. അതെ, ആരെങ്കിലും ഒക്കെ ഇരുന്ന് പറയേണ്ടി വരും. ശരി.